മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചുള്ള ചർച്ചയിൽ നമുക്കും പറയാനുണ്ട് ചിലത്. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന സംവരണം ഒറ്റ പെൺകുട്ടി സംവരണം അവസാനിപ്പിച്ചു. കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ പേരും പരിഷ്കരിച്ചു. PM-ശ്രീ സെൻട്രൽ സ്കൂളുകൾ എന്നാക്കി മാറ്റി. സെൽഫി പോയിന്റുകൾ സ്ഥാപിച്ചു. ഒറ്റക്കുട്ടി പെൺകുട്ടി സംവരണം എടുത്തു കളഞ്ഞു. അടിപൊളി. ബിജു, നമ്മുടെ മോദിയുടെ ഗ്യാരണ്ടിനെ പറ്റി പറയണ്ട. ഇഷ്ടംപോലെ ഗ്യാരണ്ടികളല്ലേ, പരമ്പരയാണ് ഗ്യാരണ്ടികളുടെ. ഇപ്പൊ ഈയിടെ തന്നെ നമ്മൾ ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ സാധാരണ ഒരു സ്ലോഗൻ ഇവർ കൊണ്ടുണ്ടായിരുന്നു, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഘടകവിരുദ്ധമായ ഒരു ഗ്യാരണ്ടി ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ല, സെൻട്രൽ സ്കൂളിന്റെ പേര് മാറ്റി ഇവര്, പ്രധാനമന്ത്രി ശ്രീ കേന്ദ്രീയ വിദ്യാലയം. അതോടുകൂടി ഒരു ഗ്യാരണ്ടി നമുക്ക് തന്നു. അതായത് എടുത്തു കളയല്ല, നമുക്ക് വേറൊരു ഗ്യാരണ്ടി തന്നു. അതായത് സിംഗിൾ ഗേൾ ചൈൽഡിന് പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു അച്ഛനമ്മമാർക്ക് ഒറ്റ പുത്രി, അവർക്കാവുമ്പോൾ പ്രിഫറൻസ് കോട്ട ഉണ്ടായിരുന്നു അഡ്മിഷന്. അവർക്ക് ബാക്കി ഒരു ക്രൈറ്റീരിയ നോക്കാണ്ട് അവർക്ക് കോട്ട, ഫീസ് വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ഒരുപാട് പറയാണ്ട് അതിനെ കുറിച്ച്, ഗ്യാരണ്ടികളെ കുറിച്ച്. എല്ലാം ഒബേ ചെയ്യാണ്. ഇപ്പോൾ BBC നിർത്തി പോകുമ്പോ ഈ പറഞ്ഞ പോലെ എല്ലാം ഒബേ ചെയ്യാണ്, എല്ലാം റൂട്ട് മാർച്ചാണ്. അതില് ശരിക്കും നിർത്തി പോവാണ് അവര്, ഭാഗം ബുദ്ധിമുട്ടിച്ച് നിർത്തി പോവാണ്. പക്ഷെ അത് മാതൃഭൂമി വന്നപ്പോ അത് അവര് വേറൊരു എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി? 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ അതൊരു മോഡിയുടെ ഗ്യാരണ്ടിയാണ്. ഗ്യാസ് സബ്സിഡി കിട്ടുമ്പോൾ അതൊരു അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ നിരവധി ഗ്യാരണ്ടികളുണ്ട്. അതിൽ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ വന്നതാണ് നമ്മൾ പറയുന്ന പോലെ ഇന്ത്യയിലെ അസമത്വത്തിൻ്റെ കഥ പറഞ്ഞാൽ ജാതി വ്യവസ്ഥ വലിയ അസമത്വം ഉണ്ടാക്കിയിരുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും നീചമായ ഒരു അവസ്ഥയായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ. അതിൽ ഏറ്റവും മോശപ്പെട്ടു പെൺകുട്ടികൾ ജനിക്കാൻ പാടില്ലാത്ത ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഒരു വലിയ പാട്ടുണ്ട് എന്ന് വെച്ചാൽ, ഉസ്ലാം പെട്ടി പെൺകുട്ടി മുത്തുപേച്ചി. മാഷാമ്പട്ടി ഗ്രാമത്തിൽ പെൺകുട്ടികൾ ജനിച്ചാൽ അവർ ജനിക്കുന്ന വഴിക്ക് ഒരു പശ, ഒരു നാവിലൊരു പശ ഇറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ പശ ഇറ്റിച്ചിട്ട് അവരെ കൊല്ലും. അവിടെ പേശാനായിട്ട് പെൺകുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു ക്യാമ്പയിൻ ആരംഭിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ NGOസിനെ വെച്ച് അതിനെ ആ ഒരു ആചാരമായിരുന്നു അത് എഡ്യൂക്കേറ്റ് ചെയ്ത് അവിടെ ഒരു കുട്ടി സ്കൂളിൽ പോയി പഠിച്ചു തുടങ്ങി. അപ്പോഴാണ് വൈരമുത്തു ഈ പാട്ട് എഴുതിയിട്ട് ഉസ്ലാം പെട്ടി പെൺകുട്ടി മുത്തുപേച്ചി. അതെ, നമ്മൾ ആ പാട്ട് കേട്ടില്ലെങ്കിലും ഇതിന്റെ പിറകിൽ ഇത്രയും വലിയൊരു കാര്യം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ ആ സമൂഹത്തിനെ മാറ്റാനായിട്ട് പലതരം ആയുധങ്ങളുണ്ട്. അതിലൊരു ആയുധം ഉപയോഗിച്ചിട്ട് അതിനെ മാറ്റി മറച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അവിടെയാണ് ഇത്തരം റിസർവേഷന് സ്വാധീനം ഉണ്ടായിരുന്നത്. ഒരു പെൺകുട്ടി ആയാലും ഓമനയായിട്ട് നോക്കണം എന്നുള്ള ചിന്ത. സാധാരണ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ വളർന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കെട്ടിച്ചുകൂടാന്നുള്ളൊരു സംവിധാനമായിരുന്നു. അപ്പൊ അവർ പഠിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് ഈ സ്ലോഗൻ മാത്രം വെച്ചിട്ട് ആ ബാക്കിയുള്ളത് എടുത്ത് കളയുന്ന ഇതാണ് മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇതിനെയാണ് മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇതാണ് കേൾക്കേണ്ടത്, ഇതാണ് അറിയേണ്ടത്. നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല. പറയാൻ എന്താണ്, അല്ലെങ്കിൽ BBC ആവുന്നേ. ഇവിടെ ഒന്ന് തെമ്മാടി ഭരണം എന്ന് പറയാനായിട്ട് പറ്റും. കാരണം ഇവിടെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞ ആ സ്ത്രീയുടെ ജോലി പോയി. റിപ്പോർട്ടർ TVയിലെ സുരേഷ് ഗോപി പ്രകോപിപ്പിച്ചപ്പോൾ നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞ വഴിക്ക് ജോലി പോയി. ഇവിടെ പിണറായി വിജയന് മുമ്പിൽ ഇരുന്നിട്ട് എത്രയോ മാധ്യമപ്രവർത്തകർ എന്തൊക്കെ പറയും. ആരെങ്കിലും ജോലി പോകണ്ട, ഒരാളുടെയും ജോലി പോകില്ല. അപ്പൊ യഥാർത്ഥത്തിൽ രാജാവാരാണ്? നമുക്കറിയാം. അപർണ സെന്ന് നമ്മുടെ ശശികല ടീച്ചറെ വിളിച്ചു. എന്ത് വിളിച്ചു? നിങ്ങളെ ഞങ്ങൾ ടീച്ചറെന്ന് വിളിക്കുന്നില്ല എന്ന് വിളിച്ചു. അപർണ സെന്ന് റിപ്പോർട്ടർ TVയിൽ ജോലി കിട്ടിയില്ല. ഇതാണ് രാജഭരണം എന്ന് പറഞ്ഞാൽ. പറയുമ്പോൾ പറയണ്ടേ എന്ന് പറഞ്ഞാൽ ഇതാണ് രാജഭരണം. അവർക്ക് ജോലി കിട്ടില്ല. മിണ്ടരുതെന്ന് പറയാനായിട്ട് ആരാണ് തയ്യാറാവുന്നത് എന്നുള്ളതാണ്. അവർ മിണ്ടരുതെന്ന് പറഞ്ഞ ആജ്ഞ അനുസരിക്കപ്പെടുന്നില്ലെങ്കിൽ ജോലിയില്ല. ഇതാണ് ലോകം. എന്തായാലും ധ്രുവരാജിനെ പോലുള്ള ആളുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്, അല്ല സാറേ? പ്രതീക്ഷ വലിയ പ്രതീക്ഷ. സോണി ഇതൊരു നാളെ അടുത്ത ഒരു ഗ്യാരണ്ടി ആയിട്ട് വേറൊരു പ്രതീക്ഷ അവരുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതും. അത് ഇടതുപക്ഷം മാത്രമല്ല, ഇങ്ങനെയുള്ള പോരാട്ടങ്ങളുണ്ട്. എന്താ പറയാ, അതൊരു വലിയ വിജയം തന്നെയാണ്. കാരണം ഇപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കേണ്ട പച്ചപ്പ് നിലനിൽക്കുന്നുണ്ട് ഈ കെട്ട കാലത്തും എന്നുള്ളതിന്റെ ഒരു പ്രതീക്ഷ തന്നെയാണ്. എല്ലാവർക്കും നന്ദി. ഞാൻ ബിജു പവിത്ര, മദൻ ഗോപാൽ. നന്ദി, നമസ്കാരം.